നാളെ ഒരു കുപ്പി പാലും കൂടെ വേണം കേട്ടോ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. പേര് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ല എസ്പെഷ്യലി എന്നോട് ചോദിക്കുന്നുണ്ട് മമ്മിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന്. ഹായ് ഹായ് ഹായ്. അപ്പൊ കൊറേ പേര് നമ്മുടെ കമന്റ്സിൽ ചോദിക്കുന്നുണ്ട് മമ്മിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്. നമ്മുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇപ്പൊ ഇത് നോക്കണ്ട, ഇതൊരു ചായ വെച്ചിതാണ്. അപ്പൊ ഇനി ഞങ്ങളുടെ സൗന്ദര്യത്തിന്റെ എന്താ സീക്രട്ട് ഇവിടെ റിവീൽ ചെയ്യാൻ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നതാ. ഇനി അതല്ല, ഇത് നമ്മുടെ മാസ്റ്റർ പീസ് ഫേസ് മാസ്ക് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ മമ്മിക്ക് ഇത് ഉണ്ടാക്കിയപ്പോ തന്നില്ലായിരുന്നു. അന്ന് മമ്മിയുടെ മുഖം വെട്ടി തിളങ്ങുമായിരുന്നു, ഗൈസ് വെട്ടി തിളങ്ങായിരുന്നു. അപ്പൊ ഞാനത് ഉണ്ടാക്കാൻ പോകട്ടെ. എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് അത് ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ വേണം. ഇതെല്ലാം തീറ്റ സാധനങ്ങളാണ് കേട്ടോ. ഇത് ഓട്സ്, ഇത് കാപ്പിപ്പൊടി, പഞ്ചസാര, പാല്, റോസ് വാട്ടർ. ഇത് മാത്രമാട്ടോ ബ്യൂട്ടി കോസ്മെറ്റിക് ഐറ്റം ഉള്ളൂ. പിന്നെ ഇത് പപ്പായ, അലോവേറ, ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഇത്രയും സാധനം ഓൾറെഡി ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചായിരുന്നു. ഇത് നമ്മുടെ കപ്പളങ്ങാപ്പഴം, അതുപോലെ നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചെയ്തപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇതൊരു വീഡിയോ ആക്കി. എന്നാ കുഴപ്പം, നമ്മള് മാത്രം സുന്ദരികളായാൽ മതിയോ? അപ്പൊ ഇതൊരു വീഡിയോ ആക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇനി കറ്റാർവാഴ പോള നമ്മൾ എടുക്കുകയാണ്. ഇത് ജസ്റ്റ് ചെറിയൊരു പീസ് മതി കേട്ടോ. അതിന് ഇത്രയും മുറിച്ചെടുക്കുന്നു. ഇതിന്റെ ഈ മുള്ളൊക്കെ കട്ട് ചെയ്ത് കളയുക കേട്ടോ. മുള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയുക. ഇത് ഓപ്പൺ ആക്കി എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിന് ഈ ജെല്ലിങ്ങനെ തൂത്തെടുത്താൽ മതി കേട്ടോ. കുറച്ച് മതിയാവും കേട്ടോ. അപ്പൊ ഈ പാത്രത്തിൽ ഞാൻ ഇതിന്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഇടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് വെച്ച് ക്ലീൻ ചെയ്തത്. ഇനി ഈ ജെല്ലില്ലേ, ഈ ജെല്ല് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആട്ടോ. നമ്മുടെ മുഖം തിളങ്ങാൻ ഏറ്റവും വേണ്ട ഒരു സാധനം അതാണ്. നമ്മള് പാലില്ല അങ്ങോട്ട് എടുത്തേക്കോ. നാളെ ചായക്ക് പാലില്ല. മുഖം തിളങ്ങണോ? മുഖം തിളങ്ങണമെന്ന് നിർത്തുന്ന ചായ കുടിക്കണ്ടേ? ആ ചായ കുടിക്കാം. ഹലോ, ആ നാളെ ഒരു കുപ്പി പാലും കൂടെ വേണം കേട്ടോ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. അപ്പൊ നമ്മളിത് കറ്റാർവാഴ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത്തപ്പഴമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ചെറിയൊരു കഷ്ണം ഏത്തപ്പഴം, പക്ഷെ അത് ഇവിടെ ഇല്ല. അതുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് മാസ്ക് കുറച്ചുകൂടി ഒരു ടൈറ്റ് ആവും. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്തോടെ എല്ലാം ഒലിച്ച് ചാടത്തില്ല. അപ്പൊ അതിന് പകരം നമ്മൾ ഓട്സ് ആണ് ചേർക്കുന്നത്. ഓട്സ് ഒരു ചെറിയ സ്പൂൺ ഇട്ടാൽ മതി. അപ്പൊ JCB പോലെ ഒരു സ്പൂണുമായിട്ടാണ് നമ്മൾ പോകുന്നത്. മമ്മിയുടെ ഓട്സ് മുഴുവൻ നമ്മൾ തീർക്കുവാണ്. അപ്പൊ ഇതൊരു സ്പൂണും കൂടി ഇടുക കേട്ടോ. ഇനി നമ്മുടെ ടാൻ അടിച്ച സ്കിന്നിനെ എല്ലാം വെളുപ്പിക്കാനായിട്ട് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് കോഫി പൗഡർ. ഇത് ബ്രൂവിന്റെ കോഫിയാണ് കേട്ടോ. മമ്മി കണ്ടാൽ എന്നെ ഓടിക്കും, പക്ഷെ എന്നാലും വേണ്ട. പിന്നെ കുറച്ച് ഇത് തുറക്കാൻ പറ്റുന്നല്ലോ മമ്മി. കുറച്ച് പഞ്ചസാരയുടെ നല്ലതാണ് കേട്ടോ. നമുക്കൊരു സ്ക്രബ് എഫക്റ്റ് കിട്ടും ഫേസിൽ. അപ്പൊ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നു. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് പാലാണ്. ഇത് മമ്മി ഒഴിച്ച് വെച്ചതേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇച്ചിരി ഒരു പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാം. ഇനി റോസ് വാട്ടർ ആണ്. അത് നമ്മൾ ഫൈനലി ആണ് നമ്മൾ ചേർക്കുന്നത്, ഇപ്പൊ ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പൊ ഫേസ് പാക്ക് റെഡിയാണ്. മമ്മി തൂക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കട്ടോ ബാക്കില്. മമ്മി കാണാൻ പറ്റുന്നില്ലാന്നേ ഉള്ളൂ. ഉറങ്ങാൻ കിടന്ന് എന്നെ വിളിച്ച്. അതെ, ഇനി ഇത് മമ്മി ഇത് ഇട്ടോണ്ട് കിടന്നോ. നാളെ അവന് മുഖം തിളങ്ങും. പിന്നെ ഒന്ന് അരച്ചെടുക്ക. ഫേസ് പാക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ നല്ല രസമാണ്. ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. മുഖത്ത് വയ്ക്കാൻ നമുക്ക് തോന്നുന്നില്ല. ഇച്ചിരി ടേസ്റ്റ് നോക്കാമോ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ വായില് ഉള്ളിൽ പോയാലും കുഴപ്പമില്ലാത്ത ഫേസ് പാക്കാണ്. സാധാരണ നമ്മൾ കടയിലൊക്കെ മേടിക്കുന്നത് നമുക്ക് പേടിയല്ലേ, ചിലത് നക്കി നോക്കാനൊക്കെ പേടിയല്ലേ, ടേസ്റ്റ് ചെയ്യാനൊക്കെ. പക്ഷെ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇൻ കേസ് വായി പോയാൽ തന്നെ ആ ഒരു പ്രശ്നമില്ല. വിറ്റാമിൻ A തൊട്ട് Z വരെ ഉണ്ട് ഇതിനകത്ത്. പേടിക്കുകയേ വേണ്ട.
ഒന്നും വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. അമൂല്യമാണ്, വളരെ അമൂല്യമായിട്ടുള്ള ഫേസ് പാക്കാണ്. കടയിൽ നിന്നൊന്നും നമുക്ക് കിട്ടത്തില്ല, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. മമ്മി എന്നത്തെ ഓട്സ് എടുത്തോണ്ട് ഓടി കളഞ്ഞിട്ട് ഇനി ഞാൻ എടുത്ത് തീർക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റോസ് വാട്ടർ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് ഈ ഒരു പാക്കിലേക്ക്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ആഹാ, നമ്മുടെ ഫേസ് പാക്ക് റെഡി. അതിൻ്റെ ഇടയ്ക്ക് വാഴക്കവറുത്ത് തിന്നാൻ പോയാ? ഇത് കാണാതിരിക്കുമായിരുന്നു. ഇപ്പൊ വടമാരി നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. ഞാൻ മൊത്തം തിന്നോണ്ട് എടുത്തു വെച്ചല്ലേ. സൂപ്പറായിട്ടുണ്ട്. മമ്മി തന്നെ വളർത്താം. മമ്മിയുടെ ഹോബിയിലാണ് ചുമ്മാ ഇരിക്കുമ്പോ എല്ലാ വാഴക്ക എടുത്ത് വറക്കും, എന്നിട്ട് മമ്മീനെ തിന്നും. നമുക്ക് ഇട്ടാലോ? കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഫേസ് പാക്ക് കാണാൻ തന്നെ. കാരണം നല്ലൊരു സ്ക്രബ് എഫക്റ്റ് കിട്ടും. ഓട്സും ഒരുമാതിരി ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ട് നമുക്ക് എല്ലാ സ്കിന്നുകാർക്കും പറ്റിയതാണ്. നല്ല സൂപ്പർ സാധനമാണ്. നമ്മുടെ മുഖമൊക്കെ നല്ല നല്ല സോഫ്റ്റ് ആവും, ഏജിങ് ഒക്കെ മാറും. എനിക്കറിയാം, ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാമേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ കഴുത്തേലയും കൂടെ ഇടണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസും നെക്കും അല്ലെങ്കിൽ 2 കളറിലിരിക്കും കേട്ടോ. നമ്മൾ എന്ത് സാധനം ഇട്ട് കഴിഞ്ഞാലും നമ്മൾ നെക്കിനും കൂടെ ഇടണം. പിന്നെ വേറൊരു ടിപ്പ് വന്നിട്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ താഴേക്ക് വേണം നമ്മൾ ഇടാനായിട്ട്, ഒരിക്കലും മേളിലേക്ക് ഇടരുത്. അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മേളിലേക്ക് ഇടരുത്, താഴേക്ക് വേണം ഇടാനായിട്ട്. മമ്മി പെട്ടു എന്നൊക്കെ. അമ്മ ഉറങ്ങാൻ പോയ മമ്മിയാണ്. ഞാൻ ഉറങ്ങാൻ പോയതായിരുന്നു. ആഴ്ചയിലൊന്ന് ഞങ്ങൾക്കൊരു ബ്യൂട്ടി കെയർ ഉള്ള എല്ലാ വീക്കെൻഡ്സിലും നിങ്ങൾ എപ്പോഴും ഒരു ഡേ മാറ്റി വെക്കണം കേട്ടോ. നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനൊക്കെ ആയിട്ട് നമ്മുടെ ബോഡി കെയർ ചെയ്യാൻ ദിവസത്തിൽ എല്ലാ ദിവസവും ഒരു 1 hour മാറ്റി വെക്കണം. നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ സ്കിൻ കെയർ ഹെയർ കെയറിനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം, അത് മസ്റ്റാണ് കേട്ടോ. ആ ഒരു ദിവസത്തെ നമ്മൾ കോമ്പൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി, കോമ്പൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി നമ്മുടെ പില്ലോ കവറൊക്കെ മാറ്റി നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് നന്നായിട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് സ്കിന്നൊക്കെ ഒന്ന് കെയർ ചെയ്ത് അപ്പം തന്നെ നമ്മളെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. സെറ്റല്ലേ? നീ ഉണങ്ങി കഴിഞ്ഞാൽ ഇതോട്ട് കിടക്കുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ചെയ്തേക്കരുത് കേട്ടോ. അതിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഈ ഫേസ് പാക്ക് ഒരുപാട് ഇതായിട്ട് പറ്റിയിരുന്നിട്ട് സ്കിൻ ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ചുളിവുകൾ വരും സ്കിന്നിൽ. അപ്പം ഇതൊരു ഓൾമോസ്റ്റ് ഡ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് അത് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഒരു 10-15 മിനിറ്റ് ഒക്കെ മതി. അപ്പൊ ഹാപ്പി അല്ലേ? അപ്പൊ ഈ 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കഴുകിക്കളയാം. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം കേട്ടോ. മമ്മിക്ക് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം എനിക്കിത് ഇടാനായിട്ട്. എങ്ങനെയുണ്ടോ? ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളപ്പോ മമ്മിക്ക് ഞാൻ തന്നതല്ലേ, സൂപ്പർ ആയിരുന്നില്ലേ? ഉറപ്പായിട്ട് ഒരു കുഴപ്പം വരില്ല. മകളെ വിശ്വസിക്കാൻ പറ്റുമോ? അയ്യോ, പേടിച്ചോയോ? പിന്നെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. ബൈ ബൈ. ഫേസ് പാക്ക് ഒക്കെ തിന്നിട്ട് കുഴപ്പമൊന്നും പറയാനോ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തൊട്ട് നോക്കാം കേട്ടോ. മമ്മി ഒരു വ്ലോഗ് ചെയ്യുന്നത് ഇതിന്റെ റിസൾട്ട്